14 ദിവസത്തെ ചികിത്സ കഴിയാതെ ഇനി വരില്ല. കരുണാകരൻ സാറിനെ എനിക്ക് മനസ്സിലായി. അന്ന് അച്ഛനെ തിരക്കി വന്നില്ലേ ആളെ മയക്കി കിടത്തുന്ന മരുന്നിന് വേണ്ടി? അതൊരു കൂട്ടുമരുന്നാ, ഞാനാ മിക്സ് ചെയ്ത് തന്നത്. അന്ന് തന്ന മരുന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതറിയാനാ ഞാൻ വന്നത്. പ്രശ്നമെന്ന് പറഞ്ഞാ? ആ മരുന്ന് ഞാൻ ഒരാൾക്ക് ജ്യൂസി കലക്കി കൊടുത്തു. അതോടെ അയാൾ മയങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴാണ് അയാൾക്ക് സുബോധം തിരിച്ചു കിട്ടിയത്. പക്ഷേ കുറച്ചു മുമ്പ് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അയാൾക്ക് ഓർമ്മ വന്നു. മരുന്ന് കഴിച്ച് മയങ്ങിയ ആള് അതൊന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നെ അയാൾക്ക് എങ്ങനെ ഓർമ്മ വന്നത്? മരുന്നിന്റെ ശക്തിയിൽ മയങ്ങിയാലും അന്ന് കണ്ടതും കേട്ടതും അറിഞ്ഞതുമെല്ലാം അയാളുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം അയാളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എന്നുവെച്ചാ അന്ന് നടന്നതെല്ലാം അയാൾക്ക് ഓർമ്മ വരുമോ? സാർ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു. സാർ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ആ മറുപടിയിലുണ്ട്. ആലോചിച്ച സാറിനത് മനസ്സിലാകും. മരുന്നിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കരുതെന്ന അച്ഛൻ എനിക്ക് നൽകിയ നിർദ്ദേശം. അതുകൊണ്ട് ഇനി എന്തു ചോദിച്ചാലും ഞാനൊന്നും പറയില്ല. അന്ന് കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതും എല്ലാം അവളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഉറക്കമെല്ലാം ഉണരാൻ സാധ്യതയുണ്ടെന്ന്. എന്ന് വെച്ചാൽ അന്ന് നടന്നതെല്ലാം അവൾക്ക് ഓർത്തെടുക്കാൻ കഴിയുമെന്ന് അല്ലേ കരുണാകരൻ സർ? അത് തന്നെ അതിന്റെ അർത്ഥം. ഒരു സിനിമ പോലെ അതെല്ലാം അവളുടെ മനസ്സിൽ തെളിയും. ഞാൻ പിടിക്കപ്പെടാൻ പോകുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? കൈലാഷിനെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ കളിച്ച കളിയാ. പക്ഷേ കൈലാഷിന്റെ മുന്നിൽ ഇനി എനിക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയില്ല. ഇങ്ങനൊരു കള്ളക്കളി കളിച്ച എന്നെ അങ്കിള് കമ്പനിന്ന് പുറത്താക്കും. മമ്മിയുടെ കണ്ണിലെ കരടായി ഞാൻ മാറും. എനിക്കെല്ലാം നഷ്ടപ്പെടും കരുണാകരൻ സർ. ഞാൻ തോറ്റുപോയി. മാഡം ഇങ്ങനെ തളരല്ലേ. മാഡത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം വൈദ്യരുടെ വാക്കുകളിൽ തന്നെയുണ്ട്.